കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരും, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും. കടത്തനാട് കെ.പി. ചന്ദ്രൻ ഗുരുക്കൾ സ്മാരക കളരി സംഘത്തിന്റെയും ഗുരുക്കൾസ് ആയുർവേദ ഹോസ്പിറ്റലിന്റെയും 30-ാം വാർഷികവും നവീകരിച്ച കളരിയുടെ ഉദ്ഘാടനവും വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചു. കടത്തനാട്ട് പാരമ്പര്യ രീതിയിലുള്ള ഘോഷയാത്രയോടുകൂടിയാണ് മന്ത്രിയെ സ്വീകരിച്ചത്.
പഴയ കാലം മുതൽ കളരിയുടെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത് വടകരയാകുമ്പോൾ വടകരയും പരിസര പ്രദേശങ്ങളിലും ധാരാളം കളരികൾ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നു. പൊതുവെ പറഞ്ഞാൽ വടക്കേ മലബാറിൽ പ്രത്യേക രീതിയിലുള്ള കളരി മുറകളാണ് ശീലിപ്പിച്ചു പോന്നിരുന്നത്. ആ പാരമ്പര്യം നമ്മുടെ നാട്ടിൽ നിലനിർത്തിയത് KP ചന്ദ്രൻ ഗുരുക്കളാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഇവിടെ ഗുരുക്കൾസ് ആയുർവേദ കളരിയും മർമ്മ ചികിത്സാലയവും പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ നാം വളരെയേറെ ബഹുമാനത്തോടു കൂടി കാണേണ്ടതാണ്. അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേരളം ലക്ഷ്യമിടുന്നത് ആരോഗ്യമുള്ള ഒരു പൊതുസമൂഹത്തെയാണ്. ആരോഗ്യ കേരളം എന്നത് ആ സമീപനത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന നിഗമനമാണ്. അവിടെ കായിക പരിശീലനത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി കായികക്ഷമത പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് കളരി അഭ്യാസം. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം കേന്ദ്രീകരിച്ച് സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന അഭ്യാസ പ്രകടനം ഒരേ സമയം കാണികളിൽ ആവേശവും അതേസമയം പേടിയും ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല അനുഭവസമ്പത്തും പ്രാഗൽഭ്യവുമുള്ള പരിശീലകരും ഉണ്ടാകണം. അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കളരിത്തറകളാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആ തറകൾ മാറി ഇപ്പോൾ കളരി കുഴികളാണ് കാണുന്നത്. അത് ഒരു 10-25 വർഷത്തിന് ശേഷമുണ്ടായ മാറ്റം. അപ്പോൾ അതിനൊരു മാറ്റമുണ്ടാക്കിയത് ഇപ്പോൾ മുഹമ്മദ് ഗുരുക്കൾ എന്നെ ഓർമ്മിപ്പിച്ചത് ഈ കുഴിക്കളരി എന്ന് പറയുന്നത് നമ്മുടെ ഈ കടത്തനാടിൻ്റെ മാത്രം സവിശേഷതയാണ്. അത് വേണ്ടത്ര പ്രചരണം മറ്റു ഭാഗങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കടത്തനാടിൻ്റെ സവിശേഷതയാർന്ന കളരി അഭ്യാസ രീതിയും മുറകളും കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇത്തരം പരിപാടികളിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ബ്രാൻഡിങ് സംവിധാനം ആധുനിക രീതികൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടിന് അത് അഭിമാനമാണ്. മറ്റൊരു കാര്യം എന്നോട് സൂചിപ്പിച്ചത് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആയോധന മുറയെ സ്പോർട്സായി അംഗീകരിച്ചതായിട്ട് കാണുന്നില്ല. നമുക്ക് അതെങ്ങനെയാണ് എന്നെനിക്ക് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ഒരു തീരുമാനമെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇവിടെ നിങ്ങൾ പ്രകടിപ്പിച്ച ആഗ്രഹം ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താൻ ഞാൻ തയ്യാറാണെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ഈ ഉത്തര കേരളത്തിലെ പ്രത്യേകിച്ചും കടത്തനാടൻ കളരികളുടെ സവിശേഷതകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന ഒരു ആയോധന കലയുടെ കേന്ദ്രമായി വടകരയെയും പരിസര പ്രദേശങ്ങളെയും മാറ്റാൻ ഇത്തരം ഉദ്യമങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. KM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നല്ലാടത്ത് രാഘവൻ അധ്യക്ഷത വഹിച്ചു. വളപ്പിൽ കരുണൻ ഗുരുക്കൾ, ഓതേനൻ ഗുരുക്കൾ, മൊയ്തീൻകുട്ടി ഗുരുക്കൾ, ദേവരാജൻ ഗുരുക്കൾ, ഡോക്ടർ വിജിഷ PM, അഷ്ഫാഖ്, ഫവാസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
ചെയർപേഴ്സൺ KP ബിന്ദു മുഖ്യാതിഥിയായി. വടകര നഗരസഭ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ, ലവ്ലിൻ രാജേഷ് TK, രജനി, സിന്ധു, ഹരിദാസൻ, മണലിൽ മോഹനൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. KV മുഹമ്മദ് ഗുരുക്കൾ നന്ദി പറഞ്ഞു. കളരിപ്പയറ്റ് കടത്തനാട്ടിന് ഒരു അടുക്കും ചിട്ടയോടുകൂടി ഒരു സിലബസോടുകൂടി നൽകിയ ഒരു മഹാനുഭാവുവാണ് എൻ്റെ ഗുരുനാഥനായ കടത്തനാട് KP ചന്ദ്രൻ ഗുരുക്കൾ. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വിദ്യ പഠിച്ചതിന് ശേഷം ചികിത്സാരീതികളും പലയിടത്തും പോയി പഠിക്കുകയും ശേഷം എനിക്ക് വിദ്യ അനുഗ്രഹിച്ച എൻ്റെ ഗുരുനാഥൻ്റെ നാമത്തിൽ ഇങ്ങനെ ഒരു കളരി സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ സ്ഥാപിതമാകുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ കളരി ഒരു 30 വർഷത്തിന് ശേഷം ഒരുപാട് പരിപാടികളൊക്കെ പല സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുകയും ഫോക്കുലോർ അക്കാഡമി ഇപ്പോൾ നമ്മുടെ ലവ്ലിൻ സാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാനത് ഓർക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കളരിക്ക് ഒരു ദക്ഷിണമാക്കി മാത്രം ഇത്രയും കാലം 30 വർഷം ഒരു കളരി ഞാൻ നിലനിർത്തി പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളരിയിലെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചികിത്സാ രീതികളെയും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ 30 വർഷത്തിന് ശേഷം 10-25ഓളം തെറാപ്പിസ്റ്റുകളും 5ഓളം ഡോക്ടർമാരും ഉൾപ്പെടുന്ന കളരി ചികിത്സാലയം ഇവിടെ പടർന്നു വരുന്നുണ്ട്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.